Dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൺസർവേറ്റീവ് ഓഫ് വെക്റ്റർ ഫീൽഡ്സ്. അപ്പം ഒരു വെക്റ്റർ ഫീൽഡിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നു വെക്റ്റർ ഫീൽഡിൻ്റെ ഡിഫറൻഷിയേഷൻ അല്ലേ. ഒരു വെക്റ്റർ ഫീൽഡിൽ എങ്ങനെയാണ് ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഇൻ്റഗ്രൽ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ വെക്റ്റർ ഇൻ്റഗ്രലും വെക്റ്റർ ഡിഫറൻഷ്യൽ കാൽക്കുലസും, ഇങ്ങനെ രണ്ട് കൺസെപ്റ്റ്സുകളൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൺസർവേറ്റീവ് ഓഫ് എ വെക്റ്റർ ഫീൽഡ്, ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ കൺസർവേറ്റീവ് എന്താണ് എന്നുള്ളതാണ്. ഒരു ഫംഗ്ഷന് 2 സ്പേസിലോ 3 സ്പേസിലോ 3 ഡയമെൻഷനിലോ അല്ലെങ്കിൽ 2 ഡയമെൻഷനിലോ ഉള്ള ഒരു ഫംഗ്ഷന് കൺസർവേറ്റീവ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, കൺസർവേറ്റീവ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനെ ഒരു സ്കേലാർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് ആക്കി എഴുതാൻ കഴിയുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഫംഗ്ഷന് നമ്മൾ പറയുന്ന പേരാണ് കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. ആ ഫംഗ്ഷന്, ആ വെക്റ്റർ ഫംഗ്ഷനെ പറയുന്ന പേരാണ് കൺസർവേറ്റീവ്. പക്ഷേ നമ്മൾ ആ ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ ഇവിടെ അടുത്ത് ഫൈ ആണ് എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ ആ ഫൈനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ എഫ് ഓഫ് എക്സ്, ഇവിടുത്തെ വെക്റ്റർ ഫീൽഡ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വെക്റ്റർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു വൈ ഐ ക്യാപ് പ്ലസ് എക്സ് ജെ ക്യാപ്. അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് അല്ലേ, ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ് അല്ലേ. ഇത് ഇവിടെ എന്താണ്, ടു ഡയമെൻഷനാണ്, അല്ലെങ്കിൽ 2 സ്പേസ് ആണ്. 2 ഡയമെൻഷനെ സംബന്ധിച്ച് ഐ ക്യാപ്പും ജെ ക്യാപ്പും ഉണ്ടാവുള്ളൂ. 3 ഡയമെൻഷനിലാകുമ്പോൾ അവിടെ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ടൊരു സെഡ് ക്യാപ്പ് കൂടിയും വരും അല്ലേ, തേർഡ് കോർഡിനേറ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ്. അങ്ങനെയാണ് എങ്കിൽ ഒരു ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ, നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഐ ക്യാപ്പിൻ്റെ അപ്പുറം ആര് വരണം, വൈ കിട്ടുകയും, വേറൊരു ഫംഗ്ഷൻ എടുത്ത് അതേ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്റ്റ് വൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ എക്സ് കിട്ടുകയും വേണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻ ഏതാന്നുള്ളതാണ്. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എക്സാമ്പിളായിട്ട് ഞാൻ എടുത്തത് ഫൈ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഗ്രേഡിയൻ്റ് ഓഫ് ഫൈ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വരിക, കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഡോ ബൈ ഡോ എക്സ് അല്ലേ, അതായത് ഡോ ബൈ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ ബൈ ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഫൈ ജെ ക്യാപ്. ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ ഫൈ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ ബൈ ഡോ എക്സ് വൈ ആണ്. ഡോ എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞാപ്പ് ആരാണ്, ഡോ എക്സ് വൈയിൽ വിത്ത് ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം വൈ ആണ് ഉണ്ടാവുക അല്ലേ, മറ്റത് 1 ആയി മാറും. അതുപോലെ തന്നെ ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യേണ്ടത്, എക്സ് വൈൻ്റെ മുകളിൽ. അപ്പം എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, വൈൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ എക്സ് ജെ ക്യാപ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഫ് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കൺസർവേറ്റീവ് ഓഫ് ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, എഫ് ഓഫ് എക്സ് വൈ ആണ്. എന്തുകൊണ്ടാവാൻ കാരണം, അവിടെ ഒരു സ്കേലാർ ഫംഗ്ഷൻ ഉണ്ട്, ഫൈ ഈക്വൽ ടു എക്സ് വൈ എന്ന് പറയുന്ന ഒരു സ്കേലാർ ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ ഗ്രേഡിയൻ്റ് എടുത്തിട്ടുണ്ട് എങ്കിൽ എഫ് കിട്ടി. അപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും, പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയും. പൊട്ടൻ ഓർത്താൽ മതി, പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയും കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് എങ്കിൽ, അപ്പോൾ ഒരു എക്സാമ്പിളാണ് നമ്മൾ ചെയ്ത്. ഇനി അടുത്തത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മൾ ഒരു ഫംഗ്ഷന് എപ്പോഴാണ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്, ലൈൻ ഇൻ്റഗ്രൽ ആണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രിപ്പിൾ ഇൻ്റഗ്രലും ഡബിൾ ഇൻ്റഗ്രലും അതുപോലെ തന്നെ ഇൻ്റഗ്രലും അല്ല, ലൈൻ ഇൻ്റഗ്രലിൻ്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇൻ്റഗ്രലിനെ പാത്ത് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ 2 പാത്ത് ഉണ്ട്. ഒരു ഫംഗ്ഷൻ ഉണ്ട്, പക്ഷേ ആ ഫംഗ്ഷനെ സംബന്ധിച്ച് 2 പാത്ത് ഉണ്ട് എന്ന് വിചാരിക്കാം. ഒരു ഫംഗ്ഷൻ നടത്തുക, ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മൾ ഇപ്പം മണാശ്ശേരി നിന്നും
എവിടേക്ക് പോകണം? കോഴിക്കോടേക്ക് പോകണമെന്നുണ്ട് എങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? നമ്മളെ MAMO കോളേജിൻ്റെ മുമ്പ് കൂടി തന്നെ ഏത് വഴി? മാവൂർ വഴി കോഴിക്കോടേക്ക് ഉണ്ട് ബസ്. അതുപോലെ തന്നെ കെട്ടാങ്ങൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് മണാശ്ശേരി പോയി മണാശ്ശേരിയിൽ നിന്ന് കെട്ടാങ്ങൽ അങ്ങനെ പോയിട്ട് കെട്ടാങ്ങന്ന് കുന്നമംഗലം അങ്ങനെ പോവാം. അതല്ല കെട്ടാങ്ങം തന്നെ തിരിഞ്ഞിട്ട് പിന്നെ മാവൂർ പോയിട്ട് അതിൽ വേറെയുണ്ട്. ഇങ്ങനെ 3-4 വേ കൂടിയാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ കോഴിക്കോട് എത്താൻ പറ്റുന്ന പോസിബിലിറ്റി. അങ്ങനെ വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾക്ക് പക്ഷേ നമ്മളോട് ഇവിടെ നിന്നും കോഴിക്കോട് എടുക്കുന്ന വാല്യൂ എത്ര തന്നെയാണ്? സെയിം തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അവർ പ്രശ്നമാണ് അല്ലേ? സെയിം വാല്യൂ ആയിരിക്കും എല്ലാ ബസ്സുകാരും എടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് തന്നെയാണ് സത്യത്തിൽ എന്ത് പാത്ത് ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത്. ഓക്കെ, പാത്ത് ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത്. അപ്പം ഒരു പാത്ത് ഇൻഡിപെൻഡൻസി എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ ഇപ്പോൾ 2 വഴി കൂടി അവിടെ C1 C2 എന്ന് പറയുന്ന 2 വഴികളുണ്ട്. ആ 2 വഴികളിലൂടെയും സഞ്ചരിച്ചിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്ത് സഞ്ചരിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? അതായത് ഇൻ്റഗ്രൽ ഓവർ C1 ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C2. അത് രണ്ടും ഈക്വൽ ആണ് എങ്കിൽ നമ്മൾ എന്ത് പറയും? പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ എടുത്ത ഫംഗ്ഷൻ f.dr എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ട് എടുത്ത സാധനം. ഇൻ്റഗ്രൽ C(y) y into dx plus x into dy over the region 0,0 to 1,1. ഇതെന്താണ്? പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി നമുക്ക് ഇതിൽ എന്താണ് ഫണ്ടമെൻ്റൽ തിയറമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫണ്ടമെൻ്റൽ തിയറം ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ കൺസർവേറ്റീവ് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുള്ളതുണ്ട്. കാരണം ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ടമെൻ്റൽ തിയറം ഫോർ ലൈൻ ഇൻ്റഗ്രൽ എന്നാണ് കേട്ടോ. ഫോർ ലൈൻ ഇൻ്റഗ്രൽ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഫണ്ടമെൻ്റൽ തിയറം ഫോർ സ്റ്റേറ്റ് ചോദിക്കാറുണ്ട്. സപ്പോസ് സി എന്ന് പറയുന്നത് ഒരു പാത്താണ് വിത്ത് ഓപ്പൺ റീജിയൻ R. അതുപോലെ XY പ്ലെയിനിൽ അങ്ങനെയാണ് എങ്കിൽ പൊസിഷൻ വെക്റ്റർ തന്നിട്ടുണ്ട് R(t) എന്നുള്ളത് എന്താണ്? പൊസിഷൻ വെക്റ്ററാണ്. എക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് x(t) i cap പ്ലസ് y(t) j cap ആണ് നമ്മൾ സാധാരണ ഇത് t വേരി ഫ്രം A to B ഇൻ്റർവെൽ isn't it? അങ്ങനെയാണ് എങ്കിൽ ഒരു ഫംഗ്ഷൻ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ വെക്റ്റർ ഫംഗ്ഷൻ അല്ലേ, f of xy equal to some function of p of xy അല്ലേ, some function of xy that is p of xy I cap plus q of xy j cap is conservative vector field R. അതുപോലെ തന്നെ phi എന്താണ്? പൊട്ടൻഷ്യൽ ഫംഗ്ഷനും ആണ് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, കൺസർവേറ്റീവ് ആണ്. കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു phi എന്തുണ്ടായിരിക്കണം? phi എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ഇൻ്റഗ്രൽ f.dr over c equal to phi of b minus phi of a, where phi of a എന്ന് പറയുന്നത് എന്താണ്? x of a, y of a, b എന്ന് പറയുന്നത് x of b, y of b യുമാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം പ്രത്യേകിച്ച് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോട്ടാക്കിയിട്ടുള്ള കാര്യമാണ്. നോട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരു ഓപ്പൺ കണക്റ്റഡ് റീജിയനിൽ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ അവിടെ എന്തായിരിക്കണം? ഈഫ് ആൻഡ് ഓൺലി ഈഫ്. അതായത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ വെക്റ്റർ ഫീൽഡ് എന്തായിരിക്കും? കൺസർവേറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു പാത്ത് ഇൻഡിപെൻഡൻസിനെ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതല്ല ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിട്ടും ഉൾട്ടയും സെയിം തന്നെയാണ്. എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എഫ് കൺസർവേറ്റീവ് ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം അടുത്തത് ടെസ്റ്റ് ഫോർ കൺസർവേറ്റീവ്. നമ്മൾ എങ്ങനെയാണ് കൺസർവേറ്റീവ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളുള്ള പ്രോബ്ലം മൊത്തം ചെയ്യുക. ടെസ്റ്റ് ഫോർ കൺസർവേറ്റീവ്. ഓക്കെ, പ്രോബ്ലങ്ങൾ ചെയ്യാൻ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ്. അപ്പം സപ്പോസ് എഫ് ഈക്വൽ ടു നമ്മൾ എടുത്തു പി ഓഫ് എക്സ് വൈ ഐ ക്യാപ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെ ക്യാപ്. അങ്ങനെയാണെങ്കിൽ കൺസർവേറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു, പ്രത്യേകം ശ്രദ്ധിക്കുക, ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണ് എങ്കിൽ, ഈക്വൽ ആണ് എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ അതെന്താണ്? കൺസർവേറ്റീവ് ആണ്. അതാണ് ടെസ്റ്റ് പറയുന്നത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക.
അതായത് കൺസർവേറ്റീവ് ടെസ്റ്റ് തിയറം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് റിസൾട്ട്. കൺസർവേറ്റീവ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഐ ക്യാപ്പിലുള്ളത് പി ഓഫ് എക്സ് വൈ എന്നും ജെ ക്യാപ്പിലുള്ളത് ക്യൂ ഓഫ് എക്സ് വൈ എന്നാണ് എങ്കിൽ, ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ കൺസർവേറ്റീവ് ഓൺ ഓപ്പൺ ഇൻ്റർവെൽ ആണ് എങ്കിൽ ഇവിടെ പി എന്താണ് ക്യൂ എന്താണ് കണ്ടിന്യൂസും കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ, ഇതൊക്കെ ചെയ്യുമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു എന്താണ്, ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു എന്താണ് ഡോ ക്യൂ ബൈ ഡോ എക്സ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കൺസർവേറ്റീവ് ആണ് എന്ന് കിട്ടിയാൽ നമുക്ക് വേറൊരു ഐഡിയയും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണ്? കാരണം എന്താണ്, പാത്ത് ഇൻഡിപെൻഡൻസി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ക്വസ്റ്റ്യൻ ആദ്യത്തെ എക്സാമ്പിളാണ് എക്സാമ്പിൾ 1. അപ്പം എന്താണ്, ഡിറ്റർമൈൻ വെദർ ദി വെക്റ്റർ ഫീൽഡ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2y³ ഐ ക്യാപ് പ്ലസ് എക്സ് പ്ലസ് 5y ജെ ക്യാപ് ഈസ് കൺസർവേറ്റീവ് ആണോ അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനാണ്. എങ്ങനെ ചെക്ക് ചെയ്യും? ആൻസർ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആൻസർ എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, അപ്പോൾ പി ഓഫ് എക്സ് വൈ എന്താ നോക്കാം. പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പി എന്ന് പറഞ്ഞാൽ ഐ ക്യാപ്പിൻ്റെ കൂടെയുള്ള കുഞ്ഞാപ്പൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പി ഓഫ് എക്സ് വൈ എന്ന് പറയുക. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 2y³ ഇസ്ൻ്റ് ഇറ്റ്. അതുപോലെ തന്നെ ക്യൂ ഓഫ് എക്സ് വൈ എന്താണ് എന്നുള്ളത്, ജെ ക്യാപ്പിൻ്റെ അപ്പുറമുള്ള കുഞ്ഞാപ്പുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 5y ആണ് അല്ലേ? അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം ഡോ പി ബൈ ഡോ വൈ എന്താ നോക്കണം, അതുപോലെ തന്നെ ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്താ നോക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഐൻ്റെ അപ്പുറം ഉണ്ടെങ്കിൽ എക്സ് ആക്സിസ് ആണ്, അപ്പോൾ അതിന് ജെ ആക്സിസിൻ്റെ പാരാമീറ്റർ കൊണ്ടാണ് വിത്ത് റെസ്പെക്ട് ടു ജെ ആക്സിസ് പാരാമീറ്റർ അല്ലേ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഡോ പി ബൈ ഡോ വൈ ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് എന്താ വരിക? ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 0 അല്ലേ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 2y³ ദെൻ 2 × 3 6y² അല്ലേ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്താ വരിക? ഡോ എക്സിൻ്റെത് 1 പ്ലസ് 5y എന്ന് പറയുമ്പോൾ 0. ദെൻ യു വിൽ ഗെറ്റ് ദി ആൻസർ. എന്താണ്? നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്താണ്? ഡോ പി മൈനസ് 6y² മറ്റത് 1ഉം, അതായത് ഡോ പി വൈ ഡോ വൈ നോട്ട് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. ദാറ്റ് മീൻസ് വിച്ച് ഇംപ്ലൈസ് എഫ് ഈസ് നോട്ട് കൺസർവേറ്റീവ് അല്ലേ? എഫ് ഈസ് നോട്ട് കൺസർവേറ്റീവ്. അതുകൊണ്ട് എഫ് ലൈൻ ഇൻ്റഗ്രൽ ഈസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ വെദർ ദി വെക്റ്റർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് വൈ ഇ റൈസ് ടു മൈനസ് എക്സ് വൈ ഐ ക്യാപ് മൈനസ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് വൈ ജെ ക്യാപ്. ഇത് കൺസർവേറ്റീവ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ്. ആൻസർ എക്സാമ്പിൾ 2 ആണിത്. അപ്പോൾ ആൻസർ എന്താ നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് വൈ നമുക്ക് പി എന്താ നോക്കാം. ലെറ്റ് പി ഈക്വൽ ടു എന്താണ് പി എന്ന് പറയുന്നത്? ഐ ക്യാപ്പിൻ്റെ ഒപ്പം വരുന്ന കുഞ്ഞാപ്പൂവിനെ മൈനസ് വൈ ഇ റൈസ് ടു മൈനസ് എക്സ് വൈ. ക്യൂ എന്താ നോക്കാം. ക്യൂ ഈക്വൽ ടു എന്താണ്? ജെ ക്യാപ്പിൻ്റെ ഒപ്പം മൈനസ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് വൈ അല്ലേ? ഇനി എന്ത് കാണണം? ഡോ പി വൈ ഡോ വൈ കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ചെയ്യുമ്പോൾ അല്ലേ ഡി വി യു അല്ലേ ഡി യു ഇൻറ്റു വി പ്ലസ് ആ കൺസെപ്റ്റ്സ് അല്ലേ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം വൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. അപ്പം മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് വൈ പ്ലസ് അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് ദിസ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക? ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പറയുമ്പോൾ മൈനസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ മൈനസ് ഇവിടെ വരും. മൈനസ് പ്ലസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇൻറ്റു മൈനസ് എക്സ് വൈ അല്ലേ? അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് വൈ മൈനസ് പ്ലസ്
y e raised to minus xy. q എന്താണ് കിട്ടുക നോക്കുക, which is equal to first into derivative of second plus second into derivative of first അപ്ലൈ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഡോ അല്ലേ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്നത് ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണ് കാണേണ്ടത്. ഡോ ക്യൂ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ഫസ്റ്റ് എന്താണ് മൈനസ് എക്സ്, മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1. ദെൻ യു വിൽ ഗെറ്റ് എന്താണ് കിട്ടുന്നത് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് വൈ പ്ലസ് ഇനി അടുത്തത് മൈനസ് എക്സ് ഉണ്ട് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പം -1 അല്ലേ. ഓ ഇവിടെ എക്സ് എന്തായിരിക്കും, വൈ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. കാരണം ഇവിടെ എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താ വരിക, എക്സ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഡോ വൈൻ്റെ കേസിൽ മൈനസ് എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് വൈ എന്നല്ലേ ഉണ്ടാവുക. അപ്പം മൈനസ് എക്സ് വരും. ഇവിടെ ഐ എം വെരി സോറി, ഇവിടെ ഒരു തെറ്റുണ്ട്. അപ്പം മൈനസ് എക്സ് പ്ലസ് എക്സ് വൈ ഇ റൈസ് ടു മൈനസ് എക്സ് വൈ എന്ന് വരും. അതുപോലെ തന്നെ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുമ്പോൾ വൈ ഈസ് കോൺസ്റ്റൻറ്റ്. വൈ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ മൈനസ് വൈ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് വൈ അങ്ങനെയാണ് വരിക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, 2 പാരാമീറ്റർ ഉണ്ട് എങ്കിലും തെറ്റിക്കരുത്. മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് വൈ മൈനസ് മൈനസ് പ്ലസ് എക്സ് വൈ ഇ റൈസ് ടു മൈനസ് എക്സ് വൈ. അപ്പോൾ നമുക്ക് രണ്ടും കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നോക്കുക കുഞ്ഞാപ്പൂസ്. എന്താണ് കിട്ടുന്നത്, ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ് ഹിയർ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. ദാറ്റ് മീൻസ് എഫ് ഈസ് കൺസർവേറ്റീവ്. And the line integral is line integral. അതിൻ്റെ കേസും പറയാം. ലൈൻ ഇൻ്റഗ്രൽ എന്താണ്, ഇൻഡിപെൻഡൻറ്റ്, പാത്ത് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, പാത്ത് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോ ദാറ്റ് ഇൻ്റഗ്രൽ സി എഫ് ഡോട്ട് ഡി ആർ വേർ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു തന്നിട്ടുണ്ട്, ഗിവണാണ്. ഇപ്പം ഇൻഡിപെൻഡൻറ്റ് അതെന്താണ്, ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ബിറ്റ്വീൻ -1,0 ആൻഡ് 3,4. അതെന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്താണ് എന്ന് പ്രൂവ് ചെയ്യണം. ഫൈൻഡ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാണണം. അതുപോലെ തന്നെ ഇവാലുവേറ്റ് എഫ് ഡോട്ട് ഡി ആർ. നമുക്കറിയാം ഇവാലുവേറ്റ് എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ കൊടുത്താൽ മതി. ഓക്കെ, ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ കണ്ടാൽ മതി. അപ്പോൾ ഒന്നാമത്തെ എൻ്റെ എന്താണ്, പാത്ത് ഇൻഡിപെൻഡൻസ് നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതെന്താണ് നോക്കിയാൽ മതി. കൺസർവേഷൻ അല്ലേ, ഫംഗ്ഷൻ കൺസർവേഷൻ ആണോ നോക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി, കൺസർവേഷൻ ആണെങ്കിൽ പി ഈക്വൽ ടു അല്ലേ, പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ വരിക, y² മൈനസ് എഴുതുക y² മൈനസ് 6xy അല്ലേ, ഇതാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, പി അപ്പം 6xy പ്ലസ് 6. അതുപോലെ ക്യൂ എന്താ ചെയ്താൽ ക്യൂ ഈക്വൽ ടു ഇതിനെയാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂ 2xy അല്ലേ, 2xy മൈനസ് 3x² മൈനസ് 2y അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡോ പി ബൈ ഡോ എക്സ് ഡോ വൈ ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഡോ പി ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ y² എന്ന് പറയുമ്പോൾ 2y മൈനസ് 6 ഇൻറ്റു കോൺസ്റ്റൻ്റ് ആണ് എക്സ്, വൈൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് കോൺസ്റ്റൻറ്റ് 0 എന്നും വരും. അറിയുമൊക്കെ പറഞ്ഞോ. ഓക്കെ, അപ്പോൾ 2y മൈനസ് 6 എന്ന് കിട്ടും അല്ലേ, 2y മൈനസ് 6. അതുപോലെ തന്നെ ഡോ ക്യൂ ബൈ നമുക്ക് എന്താ കണ്ടത്, ഡോ എക്സ് കാണണം, വിച്ച് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താ വാല്യൂ കിട്ടുന്നത് നോക്കുക. അപ്പം
ഡെറിവേറ്റീവ് ഓഫ് 2xy, ഡെറിവേറ്റീവ് ഓഫ് 2xyയിൽ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് എന്താണ്? 2 കോൺസ്റ്റൻ്റ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു കോൺസ്റ്റൻ്റ് y മൈനസ് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പം 3 ഇൻറ്റു 2 വരും അല്ലേ, 6x അല്ലേ. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് 2yൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പം അത് കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത് രണ്ടും ഈക്വൽ ആയിട്ടാണ്. അതായത് ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. ദെർഫോർ എഫ് ഈസ് കൺസർവേറ്റീവ് അല്ലേ. കൺസർവേറ്റീവ് ആയാൽ എന്താണ് പ്രത്യേകത? അങ്ങനെയാണെങ്കിൽ എന്താണ്? എഫ് ഡോട്ട് ഡി ആർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. സോ ഇൻ്റഗ്രൽ സി എഫ് ഡോട്ട് ഡി ആർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആയി കഴിഞ്ഞു. അതിനെക്കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ നമുക്ക് ഓക്കെ ആണ്. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി? ജസ്റ്റ് ബി എന്താണെന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി അല്ലേ. ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എ പൊട്ടൻഷ്യൽ ഫങ്ഷൻ കണ്ടുപിടിക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് പൊട്ടൻഷ്യൽ ഫങ്ഷൻ. ഇവിടെ പൊട്ടൻഷ്യൽ ഫങ്ഷൻ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡോ ഫൈ ബൈ ഡോ എക്സും എന്താണ്? ഡോ എക്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കൺസെപ്റ്റ്സ് ആണ്. ഡോ ഫൈ ബൈ ഡോ എക്സ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ പീനെയാണ് ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറയുക. അതുപോലെ തന്നെ ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? തെറ്റിക്കരുത്, ക്യൂ ആണ് കേട്ടോ. ഈ കൺസെപ്റ്റ്സ് മറക്കരുത്. അപ്പോൾ പീൻ്റെ സ്ഥാനത്ത് അപ്പോൾ ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുക? ഡോ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് അറിയുന്നത് എന്താണ്? വൈ സ്ക്വയർ മൈനസ് 6xy പ്ലസ് 6, വൈ സ്ക്വയർ മൈനസ് 6xy പ്ലസ് 6. അങ്ങനെയാണ് എങ്കിൽ അതുപോലെ തന്നെ ക്യൂ എന്താണെന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതുക. എന്താണ് ക്യൂ നോക്കുക? 2xy മൈനസ് 3x സ്ക്വയർ മൈനസ് 2y, 2xy പിന്നെന്താണ്? മൈനസ് 3x സ്ക്വയർ മൈനസ് 2y ഈ സംഭവമാണെന്ന് അറിയാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന തരികട പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പാരിസൺ ചെയ്യുന്നത് സത്യത്തിൽ. ഡോ ഫൈ ബൈ ഡോ എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ സിംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? ഫൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് വൈ സ്ക്വയർ മൈനസ് 6xy പ്ലസ് 6 ഇൻറ്റു ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു വൈ ക്യൂബ് ബൈ 3 അല്ലേ. വൈ ക്യൂബ് ബൈ 3 വൈ ക്യൂബിനുണ്ടാവോ? കൺട്രോൾ സെറ്റ് വൈ ക്യൂബിനുണ്ടാവുമോ? വൈ ക്യൂബ് ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? വൈ ക്യൂബ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താ വരിക? വൈ സ്ക്വയർ എക്സ് അല്ലേ, സ്ക്വയർ മൈനസ് 6x സ്ക്വയർ വൈ. കാരണം 6ഉം വൈയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 6x സ്ക്വയർ ബൈ 2y പ്ലസ് 6x. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ എക്സ് 6 പോകുമ്പോൾ 3 മൈനസ് 3x സ്ക്വയർ വൈ പ്ലസ് 6x എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കറിയാം ഇനി ഇതിനെ എന്ത് ചെയ്യാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു വൈ. അതായത് ഡോ ഫൈ ബൈ ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്തത്, എക്സ് ആണ് ചെയ്തത്. അപ്പം സംതിങ് ഇവിടെ ഒരു കുഞ്ഞാപ്പ് ബാക്കി ഉണ്ടാവും, ജി ഓഫ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞാപ്പ്. കാരണം വൈനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കിയാണ് എടുത്തത്, അതുകൊണ്ട് ജി ഓഫ് വൈ എന്നും കൂടി എടുക്കാം. ഇനി നമ്മൾക്കറിയാം ഇപ്പോൾ 5 കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം. ഇതിനെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്താൽ 2xy ഓക്കെ, പിന്നെ മൈനസ് 3x സ്ക്വയർ വൈ ഡിഫറൻഷിയേറ്റിംഗ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് 3x സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ, പ്ലസ്
ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വൈ ചെയ്യുമ്പോൾ 6x എന്തായിപ്പോവും, ക്യാൻസലായിപ്പോവും, എന്താ 0. അപ്പം പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ജി വൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, നമ്മൾ സാധാരണ ജി ഡാഷ് ഓഫ് വൈ എന്ന് എഴുതുക, ജി ഡാഷ് ഓഫ് വൈ. ഇനി രണ്ടും കമ്പയർ ചെയ്യുക, കാരണം ഡോ ഫൈ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഡോ ഫൈ ബൈ ഇതെന്താണ്, ഇതാ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യൂ എന്ന് പറയുന്നതിനെയാണ് ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത്. അതായത് 2xy - 3x² വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ അല്ലേ. അതായത് 2xy - 3x² പ്ലസ് ജി ഡാഷ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, 2xy മോള് നോക്കണം, 2xy - 3x² അല്ലേ. ക്യൂ നോക്കിയാൽ മതി, 3x² പ്ലസ് എന്താ നോക്കുക -2y. ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുക എന്താണ് -2y -2y. ദാറ്റ് മീൻസ് ഇതിൽ നിന്ന് വിച്ച് ഇംപ്ലൈസ് ഇതിൽ നിന്ന് എന്ത് കിട്ടി, ജി ഡാഷ് ഓഫ് വൈ ഈക്വൽ ടു എന്ത് കിട്ടിക്കഴിഞ്ഞു, -2y ആണ് എന്ന് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ -2y ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്താൽ മതി. അതായത് -2y × dy ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2yൻ്റെ ഡെറിവേറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 2y² / 2 പ്ലസ് സം കോൺസ്റ്റൻറ്റ് c. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു -y² + c അല്ലേ, -y² + c. ദെർഫോർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഫൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താ കിട്ടിക്കഴിഞ്ഞു, ദാ ഫൈൻ്റെ സ്ഥാനത്ത് ഫൈ എന്തായിരുന്നു, y² x അല്ലേ. ഇതാ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതാണ് ഫൈ. അപ്പം y² x - 3 പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെ നമുക്ക് വേറൊരു തരത്തിൽ കോപ്പി ചെയ്തെടുക്കാം, എന്നാൽ പിന്നെ ഇങ്ങനെ എഴുതണ്ടല്ലോ. ഓക്കെ, Ctrl+C y² x ഫൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, y² x - 3x² y + 6x + g of y വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ജി ഓഫ് വൈ അപ്ലൈ ചെയ്യാൻ പോവാണ്. ജി ഓഫ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y² x - 3x² y + 6x പ്ലസ് ജി ഓഫ് വൈ എന്താണ്, മൈനസ് അല്ലേ, -y² + c. ഇതാണ് ലാസ്റ്റത്തെ ആൻസറിലേക്ക് എത്തുക. ഇനിയൊരു സംഭവം കൂടി നമുക്ക് കാണാനുണ്ട്. എന്താണ്, സി ക്വസ്റ്റ്യൻ എന്താണ്, f.dr കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻ്റഗ്രൽ, ഇനി സി ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ f.dr ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ അല്ലേ, അതായത് ഫൈ ഓഫ് നമുക്ക് എന്താ അറിയാം, ഫൈ ഓഫ് ബി മൈനസ് നമുക്ക് എന്ത് കണ്ടാൽ മതി, ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ കണ്ടുവച്ചാൽ മതി അല്ലേ. ഫൈ ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇവിടെ ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു y² അല്ലേ. ഈ കുഞ്ഞാപ്പ് ആണത് വിച്ച് ഈസ് ഈക്വൽ ടു ഇതിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട്. Ctrl+C. അപ്പം ഇതിൻ്റെ ലിമിറ്റ് നോക്കുക, എയും ബിയും എന്താ നോക്കുക, എയും ബിയും എന്താണ്, -1034 -1034 കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു ഇത് ഫ്രം വേർ ടു വേർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് ആയിട്ട് -01 -1,0 to 34 അപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ദെൻ അപ്ലൈ ചെയ്യാം എന്ത്, വൈൻ്റെ സ്ഥാനത്ത് ഒക്കെ 4 അപ്ലൈ ചെയ്യുക. അപ്പോൾ 4² ഇൻറ്റു എക്സ് എന്താണ് 3 -3 ഇൻറ്റു 3² ഇൻറ്റു 4 പ്ലസ് 6 ഇൻറ്റു 3 മൈനസ് y². എന്താണ് y² വരിക, 4² പ്ലസ് സി. ഇത് മൈനസ് പിന്നെ എന്തെന്നെ അപ്ലൈ ചെയ്യണം, -1,0 അപ്ലൈ ചെയ്യണം. വൈക്ക് 0, അപ്പോൾ ഇത് 0 ആയിപ്പോവും. പിന്നെന്താവും, ഇവിടെയും വൈക്ക് 0 ആയിപ്പോവും. അപ്പം ഇവിടെയും 0 ആയിപ്പോവും. പ്ലസ് ബി 6x പ്ലസ് 6 ഇൻറ്റു മൈനസ്, അപ്പോൾ എന്താണ്
-6 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ -6. പിന്നെന്താണ് വരിക? -y² 0 ആണ്, 0 പ്ലസ് സി. ഇനി സി ക്യാൻസൽ വിത്ത് സി, കാരണം മൈനസ് ആയതുകൊണ്ട് ബാക്കി ആൻസറിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ആൻസർ കിട്ടും. അതൊന്ന് ചെക്ക് ചെയ്യുക. കാരണം 4² എന്ന് പറയുമ്പോൾ 4 16 ഇൻറ്റു 3 -9 അല്ലേ, 27 ഇൻറ്റു 4 അല്ലേ, പ്ലസ് 6 ഇൻറ്റു 3 18 -4² എന്താണ് വരിക? കറസ്പോണ്ടിങ് ആയിട്ട് 16 അല്ലേ. ഇത് മൈനസ് ഉണ്ടാവും +6. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, ആൻസർ ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വേറെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ.